എന്തായാലും ഞാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്തിനാല്ലേ അവരെ ഇവരെയൊക്കെ പേടിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കളയുന്നത്? അമ്മ പറഞ്ഞത് ശരിയാ, സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കണം. ഞാൻ പറഞ്ഞ ഏട്ടന് മനസ്സിലാകും. ഞാൻ പറഞ്ഞോളാം. വാവേ, ഇനി വേണമെങ്കിൽ പറയണം കേട്ടോ. അമ്മമ്മ എടുത്തു വെച്ചിട്ടുണ്ടേ. മോളെ, ഇത് എന്ത് നിപ്പായി നിൽക്കുന്നേ? വാ, വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മ കഴിക്കാം, നല്ല വിശപ്പ്. എന്താ ഉണ്ടാക്കിയേ? നല്ല പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നീ എന്നും ദോശ ഇടലല്ലേ കഴിക്കുന്നത്, അതാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഞാൻ ദോശയ്ക്ക് അരയ്ക്കാൻ പോയതാ. അപ്പൊ എന്റെ മനസ്സിലൊരു തോന്നല്, ചിലപ്പോ നീ വന്നാലോ. അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് കടല എടുത്ത് വെള്ളത്തിലിട്ടു. അതിപ്പോ ഉപകാരമായി. പുട്ടും കടലയാ? ആവൂ, നന്നായി അമ്മേ. കുറേ ദിവസമായി പുട്ടും കടലയും കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഉണ്ടാക്കൽ നടക്കലൊന്നും ഇല്ല. അവിടെ എല്ലാ പണികളും ചെയ്ത് പിന്നെ മോളെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന നടക്കൂല. ദോശ ഉണ്ടാക്കി വെക്കും. അതാകുമ്പോ പിന്നെ കുറച്ച് മാവ് അരച്ച് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സമയം, അവരവരുടെ സമയത്തിനുണ്ട് അവരവർക്ക് ഒന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇതൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കി വെക്കും, അത് തന്നെ. ഇനി കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ മതി. വന്നതോടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ തിരക്കിട്ട് ഓടാൻ നിൽക്കുമെന്ന് വേണ്ട. മോനെ വേണേ ഞാനും വിളിച്ചു പറയാം. അച്ഛനോട് പറയട്ടെ കുറച്ച് കോഴി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ നന്നായിട്ട് പോയാൽ മതി. അല്ല, മോക്ക് എന്തെങ്കിലും കൊടുത്താ വരുമ്പോ? അവളെ ഭക്ഷണം കഴിപ്പിക്കാൻ ചില്ലറ പാടൊന്നുമല്ല. വരുമ്പോ ഇച്ചിരി പാലാ കുടിച്ച് നന്നായി വിശക്കുന്നുണ്ടോ, ഞാൻ കൊടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ കൊടുക്കാം. എന്ന് നീ തന്നെ അല്ലേ എടുത്ത് നടക്കലും ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ ചെയ്യുന്നു. ഇനി നീ കുറച്ച് ദിവസം ഫ്രീ ആയിക്കോ, അമ്മ നോക്കാം. അല്ലെങ്കിൽ വാവ് നന്നായിട്ട് മെല്ലുണ്ടല്ലേ ഇപ്രാവശ്യം. നിന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നിനക്ക് എവിടെ നിന്നാലേ പണി ഒരുങ്ങിയിട്ട് കുഞ്ഞിന്റെ പുറകെ നടക്കാൻ സമയം? ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നല്ല തടിച്ച് ഗുണ്ടൂസാക്കി തരാം. നീ ഭക്ഷണം എടുത്ത് കഴിക്കിട്ടോ, ഞാൻ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ. അമ്മ ഞാൻ കഴിക്കാം. വാവേ, ഏടാ ദാ, ദാ. വാവേനെ അമ്മമ്മ ഒന്ന് കണ്ടോട്ടെ. എന്റെ ഇത് ടി വി ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അമ്മ ടി വി കാണിച്ചിട്ടാണോ മാമ തന്നെ? ആണോ? ഞാൻ കഴിക്കണ്ടേ? മാമ കഴിച്ചണ്ടേ? അമ്മമ്മ കഴിപ്പിക്കേ. ഉം, അമ്മമ്മ കഴിപ്പിക്കാം. വാടാ വാടാ. നമുക്ക് ആദ്യം കാക്കേനെയും പൂച്ചിനെയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചെറിയ കുട്ടി. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഊഞ്ഞാല് വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു താഴെ പതിയുന്നു. നിങ്ങൾ ഏട്ടനും അനിയത്തിയും കൂടി ഒരേ വാശി. ഞാൻ അച്ഛനോട് അത്രയും പറഞ്ഞിട്ടാ ബാൽക്കണിയിൽ ഊഞ്ഞാലിട്ട്. ഇപ്പൊ നല്ല രസമല്ലേ ഇവിടെ ഇരുന്ന് ആടാൻ? ആമേ, നല്ല രസമുണ്ട്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. താഴെ അടുക്കള പണിയും ബാക്കി വീട്ടിലെ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ചു. പിന്നെ അകത്തിരിക്കുമ്പോ ഒരു ശ്വാസം മുട്ടല് പോലെ. പിന്നെ കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ ഒരു സമാധാനം. അല്ല, മോളെവിടമ്മേ? മോളുറങ്ങി. നീ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാൻ മടിയാണെന്നോ? 24 മണിക്കൂറും ടിവിന്റെ മുമ്പിൽ ഇരിപ്പിച്ചായിരുന്നു കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കാക്കയും പൂച്ചയും പൂമ്പാരയൊക്കെ കാണിച്ചു കൊടുത്തപ്പോതാ ഇത്ര കഷ്ണം പുട്ടവള് കഴിച്ചു, ഒരു ഇത്തിരി പാലും കുടിച്ചു. വയറ് നിറഞ്ഞപ്പോ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അവൾ ഉറങ്ങിയോ? എന്നാ അമ്മന്റെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. ഞാൻ അവിടെ കാക്കനും പൂച്ചനും കാണിച്ചു കൊടുക്കില്ല. അത് കയ്യിൽ കൊണ്ട് കൊടുത്താൽ അവളൊന്ന് വായ തുറന്നു തരില്ല. ആരെ കയ്യിലും പോവില്ല, ഞാൻ തന്നെ എടുക്കണം. നല്ല റിസ്ക്കാ. എന്നാ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിർത്തിയിട്ട് പോവാ അല്ലേ? പിന്നെ മാജിക് ഒന്നും ഇല്ല. അവളെ നന്നായിട്ട് അങ്ങ് സ്നേഹിച്ച് അവൾ ആരെ കയ്യിൽ വേണേലും പോകും. നീ എന്ത് ചെയ്യും? 2 വായ ഭക്ഷണം കൊടുത്തിട്ട് കുട്ടി കഴിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടും. പിന്നെ അത് വായ തുറന്നു തരുമോ? അല്ല, നിന്റെ മുടിയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നീ പഴയ പോലെ ശ്രദ്ധിക്കണൊന്നുമില്ലേ? ഇതെന്തു പറ്റിയതാ? പിന്നെ മുടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ, അതിനൊക്കെ ആർക്കാമേ സമയം? അല്ലെങ്കിലും പഴയ പോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ലേ അത്. ഇതാണല്ലേ, നല്ല കൊഴിച്ചിലുണ്ട്. ഡെലിവറി കഴിഞ്ഞ ശേഷം ഇത് തന്നെ അവസ്ഥ. കൊഴിയണതിന് ഒരു കയ്യും കണക്കൂല്ല. പിന്നെ ഇപ്പൊ ഒന്നും വേണമെന്ന് തോന്നുന്നില്ല അമ്മ. നീ പറയുന്ന കേട്ടാ തോന്നുന്നു 4-5 പ്രസവം കഴിഞ്ഞ് ഇവിടെ നിൽക്കാന്ന്. ആകെ ഒരു കുഞ്ഞന്നെയല്ലേ. ഡെലിവറി കഴിഞ്ഞാല് പെൺകുട്ടികൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നും. അത് വേണ്ട ഇത് വേണ്ട കുറച്ച് അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ കുഞ്ഞു ഇത്ര ആയില്ലേ, 1-1.5 വയസ്സ് കഴിഞ്ഞില്ലേ. ഇനിയൊക്കെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചാ നീ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്.
ഇപ്പൊ കർക്കിടക മാസമല്ലേ, ഇവിടെ നിന്ന് കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് എന്നിട്ടൊക്കെ പോയാൽ മതി. നന്നായിട്ട് ശരീരമൊക്കെ ഒന്ന് നോക്കണം. അവനവന്റെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ എന്താണെന്നറിയാം, പിന്നെ ആരോഗ്യം ഉണ്ടാവില്ല ഈ സമയത്ത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ അതൊക്കെ? മുടിയും നോക്കില്ല, ഒന്നും നോക്കില്ല. ഇതൊക്കെ ചെയ്തതിന് അമ്മയുള്ളതുകൊണ്ടല്ലേ എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ ഇല്ലാത്തത്. ഇച്ചിരി മുടി കഴിഞ്ഞാൽ അമ്മ ചോദിക്കും, എന്താ മോളെ മുടി കൊഴിഞ്ഞിരിക്കുന്നത്? ഒന്ന് മെലിഞ്ഞ അമ്മ പറയും, എന്താ മോളെ കവിളൊട്ടിരിക്കുന്നത്, ക്ഷീണിച്ചിരിക്കണം. അല്ലാണ്ട് അവിടെ ആരാളെ? അവിടെ കുറെ കുറ്റവും കണക്കും പറയുന്ന ആൾക്കാരുണ്ടാവും. ഇതെന്താ ചെയ്യാത്ത, അതെന്താ ചെയ്യാത്ത, ആ പണി ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ. ഇവിടെ വന്നാല് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കി, കുഞ്ഞിനെ ഞാൻ നോക്കാം, നീ റെസ്റ്റ് എടുക്ക്. ഇതൊക്കെ കേൾക്കാനല്ലേ എല്ലാ ആഴ്ചയും ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. മുമ്പൊക്കെ നീ എങ്ങനെയായിരുന്നു ഓർമ്മ ഉണ്ടോ? എല്ലാ ആഴ്ചയും മുട്ടയുടെ വെള്ളം ഇട്ട് മുടി കഴുകണം, പിന്നെന്താ ഹെന്ന ചെയ്യണം, പാർലറിൽ പോകണം, ഫേഷ്യൽ ചെയ്യണമെന്ന് നടക്കും. അഥവാ ഞാൻ എണ്ണ കാച്ചാൻ മറന്നു വേണ്ടെങ്കിൽ പിന്നെ എന്നെ വഴക്ക് പറയാൻ വരും, അമ്മ എന്താ എണ്ണ കാച്ചാത്ത, ഞാൻ എന്ത് ചെയ്തോ? എനിക്കറിയാം നീ ആയിട്ടൊന്നും ചെയ്യില്ല എന്ന്, ഞാൻ ചെയ്തു വെക്കാം. ഞാനും വരണമ്മേ, വാവ എണീറ്റ് തോന്നുന്നു. അതെ, 1 ലിറ്റർ വെളിച്ചെണ്ണ, പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിക്കോ വാവയ്ക്ക്. അയ്യോ അമ്മ, ബിസ്ക്കറ്റ് ഒന്നും വേണ്ട, അതൊന്നും കുഞ്ഞിന് കൊടുക്കാൻ പറ്റൊന്നുമില്ല. അച്ഛനോട് പറ വേണ്ടെന്ന്. അതിന് അത്രയും വലുതൊന്നും വാങ്ങില്ല, ചെറുതേ വാങ്ങും. കുട്ടി എന്തോ 1/2 കഷ്ണം 1 കഷ്ണം കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അച്ഛൻ ചോദിക്കുന്നത് വേറെന്താ വാങ്ങിക്കൊണ്ടുവരണ്ടേന്ന്. അമ്മേനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാ വേണ്ട, അവർ കൊടുക്കൊന്നുമില്ല അത്ര ബിസ്ക്കറ്റ്. വേറെ എന്തെങ്കിലും വാങ്ങിക്കോ. പിന്നെ ശർക്കര വേണേ, 1 പാക്കറ്റ് അരിപ്പൊടി, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി. ചിക്കൻ വേണം, ബിരിയാണി അരി, പിന്നെ അതിനുള്ള സാധനങ്ങൾ മുഴുവൻ, ബിരിയാണിക്കുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങണം. ഒന്നും മറന്നിട്ട് വരരുതേ. പിന്നെ കർക്കിടക കഞ്ഞിക്കേ കഞ്ഞിക്കൂട്ട് വേണം, അതൊരു 3 പാക്കറ്റ് വാങ്ങിക്കോ. പിന്നെ അവൾ എന്ത് ചോദിച്ചിട്ട് വേണ്ട വേണ്ടെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, 1 പാക്കറ്റ് അച്ചപ്പം വാങ്ങിക്കും. അതിനെന്താ, ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചപ്പം വാങ്ങരുതെന്നുണ്ടോ? അവക്ക് ഇഷ്ടാ. രാജാന്റെ കടല അച്ചപ്പം നല്ലത്. വാവ ശരി, വാവയുണ്ട് ഇവിടെ. അത്രേ ഉള്ളൂ, വേഗം വരണേ. അമ്മ എന്തിനാ അമ്മ വെറുതെ അച്ഛനോട് ഓരോന്നോരോന്ന് പറഞ്ഞ് വാങ്ങിപ്പിക്കുന്നത്? അമ്മേന്റെ പാർസൽ കേട്ടാ വിചാരിക്കും ഞാൻ അവിടെ പട്ടിണി കിടന്നിട്ടാ വരുന്നതെന്ന്. എടേ, മക്കള് വീട്ടിൽ വരുമ്പോഴേ, ഈ കെട്ടിച്ചു വിട്ട പെൺമക്കൾ പ്രത്യേകിച്ച്, ആ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഒരുക്കി കൊടുക്കുന്നതിലൊക്കെ അച്ഛനമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാളും ടെൻഷൻ അച്ഛനായിരിക്കും ഞാൻ ഒന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ. നീ എന്താ മോക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാതെ, ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാതെ പറഞ്ഞു നിൽക്കും. പിന്നെ എനിക്കൊരു സമാധാനം വേണ്ടേ? കുഞ്ഞു കുറെ നേരമായില്ല ഉറങ്ങിട്ട്, കൊണ്ടുവന്ന് കിടത്ത്. കിടത്താം. ഇതാട്ടോ എണ്ണ റെഡിയായി. ഇത് ഞാൻ മാറ്റി വെക്കാം, നീ പോകുമ്പോ കൊണ്ടുവയ്ക്കോ. എന്ത് മണാ നോക്ക്, നല്ലതാ. നോക്കട്ടെ. നല്ല മണമുണ്ടമ്മേ. ഇനിയിപ്പോ എന്തായാലും ഇന്നാവില്ല, നാളെ ചെയ്യാം. രാവിലെ ഇട്ടാ മതി, ഇനിയിപ്പോ ഇടാൻ നിൽക്കൊന്നും വേണ്ട. ഞാൻ തേച്ചു തരാം കേട്ടോ, അതാ നല്ലത്. നീ തേച്ചാൽ അങ്ങോട്ട് ശരിയായില്ല. ശാരദേശിന്റെ അവിടെ ഞാൻ കുറച്ച് മൈലാഞ്ചി കണ്ടിട്ടുണ്ട്, മഴയൊന്ന് തോരട്ടെ, എന്നിട്ട് പോയി പറിക്കണം. അതിൽ കുറച്ച് മുട്ടയൊക്കെ ഇട്ട് നന്നായിട്ട് നരച്ച് തേച്ചു തരാം. നല്ലതാ, നല്ല തണുപ്പ് കിട്ടും, മുടിയും വളരും. അതൊന്നും വേണ്ടമ്മേ, എണ്ണ മാത്രം മതി. വേറൊന്നും ചെയ്യാൻ ഇപ്പൊ വലിയ ഇൻട്രസ്റ്റും ഇല്ല, ഒന്നും വേണമെന്നില്ല. അല്ലല്ലോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? ഏട്ടനിപ്പോ നല്ല കച്ചവടം കുറവാണ്. ഡെലിവറിന്റെ ടൈമിലൊക്കെ എൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റല്, വീട്, ഇത് മാത്രമായിരുന്നു. മര്യാദയ്ക്ക് ഷോപ്പൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നെ ഏട്ടൻ അങ്ങനെ പോകണമില്ല, അതൊക്കെ കൊണ്ട് തന്നെയാണ്. അമ്മ പറയുന്നത് കുഞ്ഞ് വന്നതിന് ശേഷമാണ് കച്ചവടം കുറയുന്നത്, അതിനു മുമ്പ് നല്ല പോലെ ഉണ്ടായിരുന്നു, കുട്ടിൻ്റെ കഷ്ടകാലമാണെന്നൊക്കെ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ പിഞ്ചു കുഞ്ഞിൻ്റെ മോനെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? എനിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനും പറ്റില്ല. എന്നാൽ ഏട്ടനത് സപ്പോർട്ട് ചെയ്യണ്ടേ? അതുമില്ല. ഇപ്പൊ ഏട്ടനും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന വട്ടം. ആൾക്കൊന്നിലും ഒരു താല്പര്യമില്ല. കുറച്ച് ദിവസമായി കുടിച്ചിട്ടൊക്കെ വീട്ടിൽ വരുന്നത്. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അമ്മ വന്ന് ഇടപെടും. ആണുങ്ങളല്ലേ, അവന് ടെൻഷൻ ഉണ്ടാവില്ല, അവൻ കുറച്ച് കുടിച്ചോട്ടെ, നിനക്ക് എന്താ പ്രശ്നം ചോദിച്ചിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ 2-3 ദിവസമായിട്ട് കുറച്ച് കൂടുതലാണ്.
രാത്രിയൊക്കെ ഏതെങ്കിലും സമയത്താണ് വീട്ടിൽ വരിക. ഈ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് അമ്മ മര്യാദയ്ക്ക് കുഞ്ഞിനെ എടുക്കാറ് പോലുമില്ല. ഏട്ടനും അതുപോലെ തന്നെ ആകുന്നാലും ഞാൻ എന്താ ചെയ്യുക? ഇല്ലേ തന്നെ എനിക്ക് 100 ടെൻഷൻ ഉണ്ട്. ഒന്നാമത് കുഞ്ഞ് ഉറങ്ങുന്നില്ല, അവളെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, അവളെ പുറകെ 24 മണിക്കൂർ നടക്കണം. അതിന്റെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ വേറൊരു ഭാഗത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു തോന്നാം ജീവിതം തന്നെ. അമ്മേനോട് എനിക്കൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഇനി അമ്മേനോട് കാര്യത്തിൽ സംസാരിച്ച ഏട്ടന് വിഷമാവും. എല്ലാം കൂടി ആലോചിച്ചിട്ട് ആ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ അല്ല, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിന്റെ മുഖത്തൊരു വാട്ടം. അമ്മ ഒരു കാര്യം പറയട്ടെ, കാര്യങ്ങൾ സംസാരിക്കാനേ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും പറയാനുള്ളത് പറയാലോ. നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ. അവരെ ഭാഗത്തൊരു തെറ്റ്, അത് അവര് തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിന്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ നിനക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കണം. അതിപ്പോ അങ്ങനെ ഇങ്ങനെ അവരെന്ത് വിചാരിക്കും, അവര് മുഷിയോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതം നിന്റെ അല്ലേ. അവനിപ്പോ കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം നശിച്ചു പോകുന്നത്. അത് മോളെയും കൂടി ബാധിക്കും. നിനക്കൊരു ജീവിതം ഇല്ലാണ്ടാവും. പിന്നെ നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ഒരു കുഞ്ഞു വന്നിരിക്കുന്നത്, അതിനെയും കൂടി ബാധിക്കില്ലേ? അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് എന്തെങ്കിലും പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ മോക്ക് ധൈര്യമായിട്ട് പറയാലോ, അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണ്, ഈ കാര്യത്തിൽ അമ്മ തൽക്കാലം ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുള്ള തന്റെ ഇടം മോക്ക് വേണം. അത് അമ്മയല്ല ആരാണെങ്കിലും ശരി. മോളുടെ ഭാഗത്താണോ അത് തുറന്നു പറയാനുള്ള കഴിവും വേണം, തന്റെ ഇടവും വേണം. അതൊക്കെ എൻ്റെ മോക്ക് ഉണ്ട്. ആരെയും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അമ്മയായിരിക്കണം ശരി. ഇത് അമ്മ തെറ്റല്ലേ ചെയ്യുന്നത്? തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിലേ അവരിനി കുറച്ച് വേദനിക്കുകയാണെങ്കിലും അത് ആ വഴിക്കുണ്ട് വിട്ടേക്ക്. നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ. ഇപ്പോഴേ ആ കാര്യമൊക്കെ വിട്ടോ. അവനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാറും, അത്രേ ഉള്ളൂ. എനിക്കറിയുന്നല്ലേ അവനെ. നീ നിന്റെ കാര്യങ്ങൾ നോക്ക്. സത്യം പറയാലോ അമ്മ, ഞാൻ തളർന്നു പോണോ തോന്നുമ്പോഴൊക്കെ അമ്മ തരുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ, ഇതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഞാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്തിനാല്ലേ അവരെ ഇവരെയൊക്കെ പേടിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കളയുന്നത്? അമ്മ പറഞ്ഞത് ശരിയാ, സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കണം. ഞാൻ പറഞ്ഞ ഏട്ടന് മനസ്സിലാക്കും, ഞാൻ പറഞ്ഞോളാം. ഇത്രയല്ലേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണ് അയ്യോ ഇനി എന്തിനാ ജീവിതം, ആരെ കാണിക്കാനാ, ഇനി എന്തിനാ മുടി നോക്കുന്നേ, ശരീരം നോക്കുന്നേന്ന് പറഞ്ഞ് നടക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടേ മോനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ നിന്നോട്ടെ. പിന്നെ അശ്വിനും വരുന്നുണ്ടല്ലോ, പിന്നെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവൻ ആളായില്ലേ. അല്ല അമ്മ വിളിച്ച് പറയട്ടെ മോനോട്? വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഞാൻ കുറച്ച് കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട് പൂവന്നൂറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ആക്കട്ടെ. വാവ എഴുന്നേറ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ? വിശക്കും, കുറെ നേരമായില്ലേ ഇപ്പൊ ഉറങ്ങുന്ന. നീ ചായ കുടിച്ചോ? ഇല്ല, ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. നിനക്ക് ഉണ്ടായി കുടിച്ചൂടായിരുന്നോ? ഞാനത് നേരത്തെ പോയെന്നറിയോ? നമ്മുടെ ഷീനു ഇല്ലേ, അവൻ 2 ദിവസം കഴിഞ്ഞ് ഗൾഫ് പോവാ. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് അവരൊരു പാർട്ടി കൊടുക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻ ആയിരുന്നു. രാത്രിയെ പരിപാടി. ഞാൻ അവിടെ ഇല്ലെങ്കിലേ അവർക്കൊരു ഹാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ കണ്ണു നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? നീ കരഞ്ഞോ? ഞാന് ഓരോന്ന് ആലോചിച്ചപ്പോ ഇവിടെ എല്ലായിടത്തും അമ്മയുള്ള പോലെ തോന്നുന്നു. നീ ഇത് ആലോചിച്ചോണ്ടിരിക്കുക? എടീ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പൊ അതും ആലോചിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ പ്രതീക്ഷിച്ചല്ലോ അമ്മ ഇത്രയും പെട്ടെന്ന് നമ്മൾ വിട്ടു പോകുന്നു. എനിക്ക് വിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. എടീ, നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോണ്ടേ? നീ വെറുതെ ഇങ്ങനെ ഓരോ സെന്റി അടിച്ചിട്ട് നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. ഞാനിപ്പോ നല്ല പാർട്ടി മൂഡില്ല, വൈകുന്നേരം എനിക്ക് അങ്ങോട്ട് പോകണം. കുഞ്ഞെവിടെ? ബാബ അവിടെ ഉണ്ട് ഏട്ടാ, കളിക്കാം.
ഉം. ഞാൻ വരാട്ടോ, ഒന്ന് ഫ്രഷ് ആവട്ടെ. എന്തിനാ ഈ കുട്ടി കരയുന്നേ? അവർക്ക് വിശന്ന് കിട്ടാ. ഞാനിവിടെ നോക്കി എന്തെങ്കിലും ഉണ്ടോന്ന് കണ്ടില്ല. അയ്യോ, ഞാനാണ് ഈ വരുന്ന വഴിക്ക് ഒന്നും വാങ്ങിയില്ല. പല ഫ്രൂട്ട്സും വാങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. അല്ലെ പിന്നെ വല്ലത് ഉണ്ടാക്കി കൊടുക്കണം. അതിനാണെങ്കിൽ സമയമില്ല. അല്ലടാ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എൻ്റെ കൂടെ വരികയാണെങ്കിലേ ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ മഴയും വെയിലൊന്നും ഇല്ല. നാട്ടുകാരോടൊക്കെ സംസാരിച്ച് അങ്ങനെ നടന്നങ്ങ് പോവാന്നുള്ളൂ. ആ, അനു വിളിക്കുന്നു. നീ വന്ന കാര്യം ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവള് നീ വീട്ടിലോണ്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അവൾക്ക് 2-3 ദിവസം ലീവല്ലേ ഓഫീസ്. അപ്പോൾ അവള് പറഞ്ഞു അവള് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പൊ എനിക്ക് മക്കളെ അവളുടെ അടുത്ത് കൊണ്ടാക്കണം. പിന്നെ വൈകുന്നേരം പരിപാടി കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് പോകും. ഇവിടെ വന്നിട്ടുണ്ട് ആരുമില്ലല്ലോ. എടാ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എനിക്കേ ഡോറൊന്ന് ലോക്ക് ചെയ്യണം. അല്ല, നീ കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് വാ. ഞാൻ കാർ എടുക്കട്ടെ. അപ്പോഴത്തെ ഡോർ ലോക്ക് ചെയ്തിട്ട് നീ വന്നാൽ. ഷോ, അവൻ എന്ത് മനുഷ്യനാ, എന്താ ഈ പറഞ്ഞിട്ട് പോകുന്നത്? കുഞ്ഞിന് വിശക്കില്ലേ? അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, പിന്നെ അപ്പൊ തന്നെ തിരിച്ച് ബസ്സിൽ പോവാന്ന് പറഞ്ഞാല് നമ്മൾ വലിയവരെ പോലെയാ? അതിന്റെ വയറ് വാടി കിടക്കുന്നു. നീ എന്തേലും ഉണ്ടാക്ക്, അടുക്കളയിൽ പോയിട്ട് എന്തേലും ആക്കിയിട്ട് കൊടുക്കാൻ നോക്ക്. കണ്ണ് ചോരയില്ലാണ്ട് ഇപ്പൊ തന്നെ പോവെന്ന് പറഞ്ഞാല് എന്റെ മോള് ഇവിടെ നിക്കാൻ വന്നതല്ലേ. ഈ ചെക്കൻ എന്താണ് ഇങ്ങനെ? നീ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്ക്, എന്നിട്ട് പോ. പോണ്ട മോളെ, 2 ദിവസം നിക്ക്. ആ